പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വൈ ഷുഡ് ഐ ബി ഹെൽപ്ഡ്? ഞാൻ എന്തുകൊണ്ട് ദൈവത്താൽ സഹായിക്കപ്പെടണം? വൈ ഷുഡ് ഗോഡ് ഹെൽപ്പ് മീ? എന്തുകൊണ്ട് ദൈവം എന്നെ സഹായിക്കണം? ജനറലായിട്ടുള്ള കാര്യങ്ങളല്ല, ജനറലായിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടിയുടെ കൂടെയുള്ളതാണ്. ഉൽപ്പത്തി അനുഗ്രഹങ്ങളെന്ന് പറയുന്ന ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ്, മക്കളുണ്ടാകുക, പഠിക്കുക, ആരോഗ്യമായിട്ട് ജീവിക്കുക, ജോലി കിട്ടുക, വിവാഹം കഴിക്കുക, അതെല്ലാം ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിലുള്ളതാണ്. സന്താനപുഷ്ടിയോടെ പെരുകി ഭൂമിയെ നിൻ്റെ ജീവിതത്തെ കീഴടക്കുക എന്നുള്ളത് ആദ്യമേ ദൈവം കൊടുത്തിരിക്കുന്ന ബ്ലെസ്സിങ്സാണ്. ഈ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് യുക്തിവാദികളും നിരീശ്വരവാദികളായാലും ശരി, അവർക്കും കുഞ്ഞുങ്ങളുണ്ടാകുകയും ജോലി കിട്ടുകയൊക്കെ ചെയ്യും, വീട് വെക്കുകയും ചെയ്യും. അതിനൊന്നും പ്രാർത്ഥനയുടെ ഒരു ആവശ്യമില്ല. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ പർട്ടിക്കുലർ ബ്ലെസ്സിങ്സ്, വിശിഷ്യ ഉള്ള അനുഗ്രഹങ്ങൾ. ഈ വിശിഷ്യ ഉള്ള അനുഗ്രഹങ്ങളെന്ന് പറയണത് ഒരു ഓർഡിനറി എപ്പോക്കിൽ നിന്ന് പെട്ടെന്ന് ട്വിസ്റ്റിങ് സംഭവിച്ചിട്ട് നമ്മളുടെ മുഴുവൻ മെറിറ്റ് വാനിഷ് ഔട്ടായിട്ട് we will be reduced into zero merit. ഈ സീറോ മെറിറ്റ്കാരാണ് ഒരു ദൈവത്തിൻ്റെ സ്പെഷ്യൽ സഹായം ആവശ്യമായി വരുന്നവർ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കണത്. നോർമലായിട്ട് ഓർഡിനറി ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങൾ നടക്കാതെ നമ്മളത് എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു സാക്ഷ്യാനുഭവം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സ്. ഓർഡിനറി ബ്ലെസ്സിങ്സ് ആർക്കും കിട്ടാം. പക്ഷേ സീറോ മെറിറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ കഴിവ് ഇനി വിലപ്പോകത്തില്ല എന്ന് വരുന്ന അവസ്ഥയിൽ നമ്മൾക്കൊരു അവലംബം ആവശ്യമായി വരും. ഇതിനാണ് എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സ് എന്ന് പറയണത്. എക്സ്ട്രാ ഓർഡിനറി വിശേഷവിദ്യയായ അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ ടാർപ്പിംഗ് നടക്കുന്നത് കവനൻ്റിലാണ്, ഉടമ്പടിയിലാണ്. എക്സ്ട്രാ ഓർഡിനറി അനുഗ്രഹങ്ങൾ മനുഷ്യന് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഉടമ്പടിയിലാണ്. കാര്യം നമ്മൾ ഒരു ദിവസം അപ്പ് ചെയ്യുന്നത് 20 സാക്ഷ്യങ്ങളാണ്. 10 സാക്ഷ്യങ്ങൾ ഇൻഡിവിജ്വൽ സാക്ഷ്യങ്ങൾ അപ്പ് ചെയ്യും. കൂടാതെ കളക്റ്റീവായിട്ട് ക്ലസ്റ്ററായിട്ട് ഒരു 15 സാക്ഷ്യം വേറെ അപ്പ് ചെയ്യും. അതെല്ലാം സിംഗിൾ ഡേയിലാണ്. അപ്പം മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെ ഏറ്റവും കൂടുതൽ വെൽക്കം ചെയ്യുന്നത് കവനൻ്റാണ്. മനുഷ്യൻ്റെ ക്ലേശങ്ങൾ, വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള അവൻ്റെ ക്ലേശങ്ങളെ ഭയങ്കരമായ രീതിയിൽ ഹോൾ ഹാർട്ടഡ് വെൽക്കമിങ് ആണ് ഈ കവനൻ്റിൻ്റെ പ്രൊവിഷനിൽ നടക്കുന്നത്. Covenant is a provision of God where God welcomes everybody in any situation. അത്രയും കൃത്യമായിട്ട്. അതുകൊണ്ട് നമ്മൾക്ക് ആൾക്കാരെ ഇപ്പം പറയണത്, അവർക്കൊരു വിഷമം ഉണ്ടായ ഉടനെ അറിയാവുന്നവർ പറയും കൃപാസന അമ്മയെടുത്ത് പോയാൽ ശരിയാകും എന്ന് പറയും. അപ്പം നിങ്ങൾ വിചാരിക്കും കൃപാസന അമ്മയെ ഞങ്ങളിങ്ങനെ ഐഡിയലായിട്ട് ഉയർത്തിക്കൊണ്ട് വരികയാണ്. അല്ല, നമ്മൾ ഉയർത്തിക്കൊണ്ട് പോകുന്നത് ക്രിസ്തുവിനെയാണ്. കൃപാസന അമ്മയുടെ ഒരു മോഡ് ഓഫ് ഓപ്പറാന്തിയിൽ നമ്മൾ ക്രിസ്തുവിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി
ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഓപ്പറേഷൻ മോഡാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളോട് ഞങ്ങൾ പറയണതും മാതാവിന് സാക്ഷ്യം വഹിക്കാനല്ല പറയണത്, ഞങ്ങൾ പറയണത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനാണ് പറയുന്നത്. ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് ദൈവം ഈ ഭൂമിയിലുണ്ട്. വിഷമസന്ധിയിലിരിക്കുന്ന മനുഷ്യനെ ആശ്വാസത്തിൻ്റെ കൈകൾ അവൻ നീട്ടിത്തരും. ആരിലേക്കാണ് അത് നീട്ടിത്തരണത്? അങ്ങനെ ആശ്വാസത്തിൻ്റെ കൈകൾ നമുക്ക് ലഭിക്കുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബൈബിള് കേൾക്കുന്ന ആൾക്കാർ ഉടനെ ചോദിക്കുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്നാപക യോഹന്നാനോട് ജനങ്ങൾ പട്ടാളക്കാരൊക്കെ ചോദിച്ചതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 3:10 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ജനക്കൂട്ടം അവനോട് ചോദിച്ചു. പറഞ്ഞ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരോ, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ചുങ്കക്കാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ആരോടും കൂടുതൽ ഈടാക്കരുത്. അപ്പോൾ ഈ കൂടുതൽ ഈടാക്കുക എന്നുള്ളത് എപ്പോഴും നമ്മളുടെ ജീവിതത്തിലുള്ള ഒരു ജന്മിത്ത മനോഭാവങ്ങളിൽ വരുന്ന ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും ജന്മികളാണേ. ഇവിടെ ആരും തൊഴിലാളികളും കുടികിടപ്പുകാരും ഇല്ല, എല്ലാവരും ജന്മികളാണ്. അവരുടെ താഴെ ഉള്ളവരോട് അവർ കൂടുതൽ ഈടാക്കും. എപ്പോഴായാലും അവരുടെ റൂളിങ്ങിൻ്റെ താഴെയുള്ളത് ആരാണ്, അവരോട് അവരുടെ എല്ലൊടിയണ രീതിയിൽ അവർ നമ്മൾ ഈടാക്കും. അതാണ് എല്ലാവരും ജന്മികളാണെന്ന് പറയണത്. ആരെങ്കിലും ഒരു വംശത്തെ ജന്മികളായിട്ട് അവരുടെ അരിവാൾ കൊണ്ട് അവരുടെ പെടലെടുക്കാൻ നടക്കേണ്ട ആവശ്യമില്ല. ബേസിക്കായിട്ട് മനോഭാവത്തിൽ എല്ലാവരും ജന്മികളാണ്. എല്ലാവരും അവരുടെ താഴെയുള്ളവർക്ക് നിന്ന് മാക്സിമം ഈടാക്കാൻ നോക്കും. ഇപ്പം ചെടുത്തി ആങ്ങളമാരാണെങ്കിൽ പെങ്ങന്മാരെ കൊണ്ട് എന്തുമാത്രം ഒഴിക്കാൻ പറ്റും അത്രയും ചെയ്യും. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയെ കൊണ്ടും ചെയ്യും. ഇങ്ങനെ തങ്ങളുടെ കീഴിലുള്ള കൂടുതൽ ഈടാക്കുക, ഇതെല്ലാം സുവിശേഷത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന വിഷയങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം, നല്ലതാണ്. ഞാൻ ആരെങ്കിലും കൊണ്ട് കൂടുതൽ ഈടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഇപ്പം ചില ആൾക്കാരെ കണ്ടില്ലേ, അതായത് അവരുടെ അടുത്ത് കണ്ണട ഇരിക്കുന്നുണ്ടെങ്കിലും വിളിക്കും, പിള്ളേരെ വിളിക്കും, സജി എന്നൊക്കെ വിളിച്ചു വന്നിട്ട്, ഡാ സജി, എന്താ അപ്പ കണ്ണട എന്തേ? കണ്ണട അപ്പൻ്റെ അടുത്തിരിപ്പില്ലേ, എടുക്കത്തില്ല അപ്പൻ, കൂടുതൽ ഈടാക്കുകയാണ്. ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന് വല്ല കാര്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ജന്മികളാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. കണ്ണട അടുത്തിരിപ്പുണ്ടെങ്കിലും കളിക്കാൻ പോയ കൊച്ചിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അടുത്തുള്ള കണ്ണട ഇടിപ്പിക്കും, അവിടെ നിന്ന് അനങ്ങത്തില്ല. അപ്പം എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു സാധനം കിടക്കുന്നുണ്ട്. സുവിശേഷം സ്വീകരിക്കുമ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഉടമ്പടി നമ്മളെ വിളിക്കുന്നത് ഒരു മാറ്റത്തിലേക്ക്, ചുമ്മാ മാറ്റമല്ല, ക്രിസ്തുവിനെ ക്ഷണിക്കാൻ വേണ്ടിയുള്ള ഒരു മാറ്റമാണ്. ഹോശാനക്കാണെങ്കിലും ഒരു നീതി അവിടെ ഉണ്ട്. നമുക്ക് ഹോശാന ഞായറാഴ്ച കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണിത്. ഹോശാന ഞായറാഴ്ച എന്താ പറയണത്? നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ കവാടത്തിങ്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കണത് കാണും. തൽക്കാലം അതിന് വായ്പ വാങ്ങിച്ചാൽ മതി. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇതിനെ അഴിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഗുരുവിന് ഇതിനെക്കൊണ്ട് ഇപ്പോഴാവശ്യമുണ്ട്, ആവശ്യം കഴിഞ്ഞ് തിരിച്ചു തരാം. അതാണ് അതിൻ്റെ നീതി എന്ന് പറയണത്. ഇപ്പം നമുക്ക് കണ്ടവൻ്റെ മുതലാണെങ്കിലും
നമുക്ക് തൽക്കാലം ആവശ്യപ്പെട്ടാലും നമ്മളെ അത് കഴിയുമ്പോൾ നമ്മളെ തിരിച്ചു കൊടുക്കണം. അതാണ് സംഭവം. നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മളൊരു ഒരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. എന്നിട്ട് അവർ പിന്നെ അവസാനം തിരക്കി വീട്ടിൽ വരുമ്പോഴാണ് ഓ ഞാൻ മറന്നുപോയി എന്ന് പറയും. ഓ പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി എന്ന്. അപ്പം ചില പറയും ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാൻ ഇരിക്കരുതെന്ന് പറയും. വെറുതെ കള്ളത്തരം, വെറുതെ കള്ളത്തരം. ഇതെല്ലാം കള്ളത്തരമാണ്. ഇതിലൊന്നും ഇവർക്ക് അന്ന് ഉടമ്പെടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, അവർ കൂടുതൽ ഈടാക്കണവരാണ്. അപ്പം നിങ്ങളൊന്ന് ആത്മശോധന, ഞാൻ കൂടുതൽ ഈടാക്കുന്നുണ്ടോ എല്ലാ വിഷയത്തിനും? പട്ടാളക്കാരോട് പറയണത് എന്താണ്, നിങ്ങൾ ഗുണ്ടകളാണ്, സർക്കാരിൻ്റെ ഒഫീഷ്യൽ ഗുണ്ടകളാണ്. പക്ഷെ ഗുണ്ട പണി എല്ലായിടത്തും പോയി കാണിച്ചേക്കരുത്. അല്ലേ? ഇപ്പം പട്ടാളക്കാരും പോലീസുകാരെന്നൊക്കെ പറയുമ്പോൾ സർക്കാരിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മർദ്ദന ഉപകരണങ്ങളാണ് അവർ. അവരുടെ ജോലി അതാണ്. കാര്യം തിന്മ ചെയ്യുന്നവനെ ജനങ്ങൾക്ക് സുരക്ഷിതവും സമാധാന ജീവിതവുമായി കൊടുക്കാൻ വേണ്ടി അവരെ ഗുണ്ടാപ്പണി സർക്കാരിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ പട്ടാളക്കാരല്ല. ഇപ്പോഴും അല്ല, പണ്ടും അങ്ങനെ തന്നെ. ആ പണി ഇല്ലെങ്കിൽ ഈ സമൂഹം നശിച്ചു പോകും. പട്ടാളക്കാരും പോലീസുകാരൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ കണ്ട എല്ലാ ബുദ്ധിയും ബോധവും ഇല്ലാത്ത, നിയമബോധവും ഇല്ലാത്ത, നിയമത്തോട് ബഹുമാനം ഇല്ലാത്തവന്മാരെല്ലാം ഗുണ്ടകളാവും. അങ്ങനെ ജനജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും. പക്ഷേ അങ്ങനെ പട്ടാളക്കാരോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത്? പട്ടാളക്കാരോട് വന്ന് ചോദിച്ചു, പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. വ്യാജമായ കുറ്റാരോപണം ചെയ്യരുത്. നിങ്ങൾ വേതനം കൊണ്ട് ഈ തൃപ്തിപ്പെടല ഉള്ള വിഷയമാണല്ലേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം, തൃപ്തിപ്പെടലാണ്. ഇപ്പോൾ പട്ടാളക്കാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കിട്ടിയ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? തൃപ്തിയുടെ നിലവാരം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. തൃപ്തി ഓരോ ദിവസം ചെല്ലുന്തോറും ആൾക്കാരുടെ തൃപ്തിയുടെ നിലവാരം കൂടിക്കൊണ്ടിരിക്കും. ഈ കൊല്ലം മാരുതി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, തൃപ്തിപ്പെടുകയാണ്. അടുത്ത കൊല്ലം ഒപ്പലാസ്ട്ര കൊണ്ടുവരും. കാര്യം എന്താ? തൃപ്തിയില്ല. ഈ മാരുതി കൊണ്ട് തൃപ്തിയില്ല. പിന്നെ എങ്ങനെയാണ് ഏത് കാലത്ത് മനുഷ്യൻ രക്ഷപ്പെടാനും? ഏത് കാലത്ത്? അതാണ് നിങ്ങൾ തൃപ്തിപ്പെടുക എന്നുള്ളത് സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിലവാരമാണ്. ഇതിന് ഉള്ള പ്രശ്നമെന്ന് പറയണത്, ഇത് മനുഷ്യൻ നിങ്ങൾ ഏത് മതം എടുത്താലും ഏത് ജീവിത രീതി എടുത്താലും മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ ബുദ്ധനോട് ചോദിച്ചു, തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം? ബുദ്ധൻ ഒരു പൊട്ടത്തരം പറഞ്ഞ്, അങ്ങേര് പറഞ്ഞ് ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഈവിൾ. എല്ലാ തിന്മകൾക്കും കാരണം ഡിസയറാണ്. ഇവിടെ ഡിസയർ എന്നാണ് അവസാനിക്കണത്? കടലിൽ ഓളം അവസാനിപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കടലിനെ സ്വിച്ചിട്ട് നമ്മൾ എയർ ബ്രേക്ക് ചെയ്യുക? ഇല്ല. കടലാണെങ്കിൽ ഓളം ഉണ്ടാവും, മനസ്സാണെങ്കിൽ ഇച്ഛകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് പുതിയ പുതിയ തൃപ്തി പുതിയ അതൃപ്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഏറ്റവും വലിയ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് പുതിയ അതൃപ്തികളാണ്. പുതിയ അതൃപ്തികൾ കാലത്തിൻ്റെ കുഴപ്പം വെച്ചാൽ കാലത്തിൻ്റെ ഒപ്പം നമ്മൾ വളരുന്നതനുസരിച്ച് പുതിയ അതൃപ്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു നില വെച്ച് താമസിക്കുന്നവന് അതൃപ്തിയാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് വെട്ടിച്ച് നോക്കി കഴുത്ത് ഉളുക്കിയിട്ട് പറയും അപ്പുറത്ത് 2 നില ഉണ്ടെന്ന് പറയും. പക്ഷേ ഇതിന് 2 നിലയാക്കാൻ വേണ്ടി അവൻ ബ്ലേഡിന് പോയി മൊത്തം ഊറ്റുകാരോട് കാശ് വാങ്ങിക്കും. പിന്നെ അവർ നിങ്ങളുടെ കിഡ്നിയും പറിച്ചുകൊണ്ട് പോകും. അതല്ലേ പ്രശ്നം? ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ആരാണ്? തൃപ്തിക്കുറവാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും തൃപ്തിക്കുറവാണ്. അതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത് തൃപ്തിക്കുറവിനെ അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണം. അതൃപ്തിയെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ നിങ്ങൾ കുരിശാരോഹണത്തിൽ ഉയർപ്പിലും വിശ്വസിക്കണമെന്ന് മുമ്പ് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെന്നെങ്കിൽ അതൃപ്തിയെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതൃപ്തിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും? അത് ഭയങ്കരമായൊരു വിഷയമാണ്. എന്നുവെച്ചാൽ അതൃപ്തി എന്ന് പറയുന്ന സംഭവം ഈ മുഴക്ക് വെള്ളത്തിൽ 3 പേരെ പറ്റിക്കണമെന്ന് പറയും. ഈ ഒരു മീനുണ്ട്, ബ്രാലെന്ന് പറയും, കണ്ണം ബ്രാലെന്ന് പറയും. ബ്രാലിനൊക്കെ കണ്ടു കാണുമല്ല. പിടിച്ചാൽ അവൻ അഴുക്കി ചീറ്റി അവൻ കയ്യിൽ നിന്ന് ഒഴുതിപ്പോവും. നമ്മൾ കുടത്തിലിട്ട് അവനെ പിടിക്കാൻ പറ്റത്തില്ല. കൈയിട്ട് കഴിയുമ്പോൾ അവൻ കറങ്ങി കളിക്കും. എന്താണ്? മുഴക്ക് വെള്ളത്തിൽ 3 പേരെ പറ്റിക്കും. അതൃപ്തിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അവൻ ഇങ്ങനെ നമ്മളെ പിടിതരാതെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഒരെണ്ണം നമ്മൾ വിചാരിച്ച് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത പാത്രത്തിൽ നോക്കും, അവിടെ എന്താ വിളമ്പിയെന്ന് നോക്കും, അവിടെ എന്താ കൊട്ടയിട്ട് മൂടി വെച്ചിരിക്കണമെന്ന് നോക്കും. അതൃപ്തിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും പോലും അടുത്തതെല്ലാം മൂടി വെച്ചിരിക്കണം, എല്ലാം തുറന്നു നോക്കിക്കൊണ്ടിരിക്കും. ആ അതൃപ്തിയാണത്. അത് നമ്മുടെ സിസ്റ്റം, ഇത് ഫെയിലിയർ ഇസ് ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റം. സിസ്റ്റത്തിൽ തന്നെ ഫെയിലിയർ ബിൽറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യനെ തകർച്ച അവൻ്റെ സിസ്റ്റത്തിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ആ തകർച്ചയുടെ ഒരു കാരണം അതൃപ്തിയാണ്. ഈ അതൃപ്തിയെ ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുന്നുള്ള കാലം, അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ഈശോ ഒരു അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണ ഭാഗമുണ്ട്. എവിടെയാണത്? അത് 5 ഭർത്താക്കന്മാർ ഉപയോഗിച്ചിട്ടും അതൃപ്തി ബാക്കി നിൽക്കുന്ന ഒരു സ്ത്രീയെ ട്രീറ്റ് ചെയ്യണ വിധം കണ്ടില്ലേ ബൈബിളിൽ? അവർക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. നമ്മൾ ഈ ആത്മീയത എന്ന് പറയണ ഇതാണ് സാധനം. 5 ഭർത്താക്കന്മാർ ഈ ഭൂമിയിൽ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര ലാവിഷ് ലൈഫാണ്. ഈ ലാവിഷ് ലൈഫ് 5 ഭർത്താക്കന്മാർ ഉപയോഗിച്ച് മാറ്റിയിട്ടും ആ ചേടത്തി എന്താ പറയണത്? ഈശോ എന്താ പറഞ്ഞ അവരെ കണ്ടപ്പോൾ, ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കുമെന്നാണ് പറയണത്. കാര്യം നീ ഇനി 6ാമത്തെ ഭർത്താവും 60ാമത്തെ ഭർത്താവും വന്നാലും ചേടത്തി നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകത്തില്ല. കാര്യം എന്താ? നിനക്ക് അതിർത്തി ബെൽറ്റിൻ്റെ സിസ്റ്റമാണ്. നിന്റെ സിസ്റ്റത്തിൽ അതിർത്തി അതല്ല ഇതല്ല നല്ലത്, അതായിരിക്കും നല്ലത്. പിന്നെ ആ ചേട്ടനെ കൂടി മയക്കി കയ്യിലാക്കി, അല്ലെങ്കിൽ ആ പെണ്ണിനെ കൂടി മയക്കി കയ്യിലാക്കി, ഇങ്ങനെ അതല്ലേ ഈ ഭർത്താക്കന്മാർ ഭാര്യമാർ നല്ല ഭാര്യമാരെ ഉണ്ടാക്കണം, മറ്റു പെണ്ണുങ്ങളെ ഇങ്ങനെ കറങ്ങി പൂവാലന്മാർ നടക്കില്ല. ഭർത്താക്കന്മാരാണെങ്കിലും അവർ ബേസിക് പൂവാലന്മാരായിട്ട് നടക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അതല്ലേ ഭാര്യമാരൊക്കെ ചിലരൊക്കെ ഇങ്ങനെ തീ കത്തിച്ചൊക്കെ മരിക്കണേ. എന്താ കാര്യം? ഈ മനുഷ്യൻ്റെ മൊബൈൽ നോക്കിയിട്ടാണ്. ഇയാൾ നമ്മളോട് സംസാരിക്കാൻ അയാൾക്ക് സമയമില്ല. എന്നാൽ മൊബൈൽ അയാൾ പുറത്തിറങ്ങും ഭയങ്കരമായിട്ടുള്ള 1 മണിക്കൂറൊക്കെ സംസാരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ യഥാർത്ഥ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾക്ക് ജീവിക്കേണ്ടെന്ന് തോന്നിപ്പോവും. കാര്യം മനുഷ്യൻ്റെ അതൃപ്തിയാണ്. ഈ നോൻപ് കാലമാണ് ഇതിനൊക്കെ പറ്റുന്ന ഒരു സമയം, ഇതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള സമയം. പക്ഷേ നോൻപ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്തന്മാരായി ജീവിക്കുന്ന ഒരു സമയമാണ് ചില ആൾക്കാർക്ക്. നോൻപ് ഉണ്ടായിട്ട് നോൻപ് എടുക്കാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ? നോൻപ് എടുത്തിട്ട് ഇനി ഈസ്റ്റർ വന്നിട്ട് ഘോഷിക്കാനിരിക്കുന്ന ആൾക്കാരില്ലേ? രണ്ടും ഒരുപോലെയാണ്. നോൻപ് ഉണ്ടായിട്ടും നോൻപ് എടുക്കാത്തവനും നോൻപ് ഈസ്റ്റർ കഴിഞ്ഞിട്ട് നോൻപ് ബ്രേക്ക് ചെയ്യാനിരിക്കുന്ന ആൾക്കാരും ഒരേ വള്ളത്തിൽ കെട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന, അവിടെ ഉള്ളിലെല്ലാം ഉള്ളത് അതൃപ്തിയാണ്. അതൃപ്തി. അവർക്കൊന്നും മുതലാകണില്ല. അവർക്കൊന്നും എഴുപിന്നലെ ഒരു പ്രാന്തനെ ഞാൻ പണ്ട് പരിചയപ്പെട്ടു. അവരോട് എന്ത് പറഞ്ഞാൽ ആൾക്കാർ എന്ത് പറഞ്ഞാൽ പറയുമ്പോൾ അതും മുതലാകത്തില്ലെന്ന് പറയും. അതും മുതലാകത്തില്ല. അതുപോലെ എല്ലാം ഒന്നും മുതലാകാത്ത മനുഷ്യർ, അവിടെ ഉള്ളിൽ എപ്പോഴും അതൃപ്തി ഉണ്ടാകും. ഇപ്പം നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന തന്നെ പല കാര്യങ്ങളും തന്നെ ഇതുപോലെ അതൃപ്തിയുടെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന നിയോഗങ്ങളാണ്. നിങ്ങൾ നിയോഗമായിട്ട് വെച്ചിരിക്കണില്ലേ? ഈ പല കാര്യവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, പക്ഷെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ. ഇതിൽ ഇപ്പം നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് വെച്ച് ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഉടമ്പടി കൊണ്ടുവരികയാണ്, ചെടുത്തി ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഈ സ്ഥലം വിറ്റ് പോയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? വിറ്റ് പോയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. വിറ്റാൽ കൊള്ളാം, അത്രയും കാശ് കൈ കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ചത്ത മക്കളെ വിറ്റെടുത്ത് അവർക്ക് കാശ് എടുക്കും അവർ. അപ്പം അത് പട്ടിക ഈ സ്ഥലം വിൽക്കണമെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുകയാണ് ഈ സംഭവം. അപ്പം ഞാൻ ചെടുത്ത് ചേച്ചി ഈ സ്ഥലം വിറ്റില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? വിറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മറ്റോ വിറ്റെടുക്കും, അതാ കുഴപ്പം. അതാ മരുമകളെ വിറ്റെടുക്കുമെന്നാണ് പറയണത്. അത് നമ്മൾ പറയത്തില്ല. മൂത്തമ്മൻ്റെ മരുമകൾ ഒന്നും അറിയാം, ഇതുണ്ടാക്കിയെടുത്ത കഷ്ടപ്പെടുത്തപ്പെട്ടത് എനിക്കറിയാം. അപ്പം ഇത് ഞാൻ വിറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ കൈ നനയാതെ മീൻ പിടിച്ചോണ്ട് പോകുമെന്നാണ് പറയണത്. അപ്പം ഇത് ഉടമ്പടി വെച്ചിട്ടുണ്ട്, ഈ സാധനം നിയോഗം വെച്ചിട്ടുണ്ട്. അതൃപ്തിയാണ് ഈ സാധനം. അപ്പം ഇങ്ങനെയുള്ള ഈ ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ അത് ഉടമ്പടിയുടെ നിൻ്റെ ഒരു ശാപമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ അപ്പം നിനക്ക് നിവർത്തിയില്ലാത്ത കാര്യമാണ്. നിനക്ക് ഇത് കൂടിയേ തീരൂ, പക്ഷെ നിനക്കതിനുള്ള കഴിവില്ല. കർത്താവേ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ നിയോഗമൊക്കെ പെട്ടെന്ന് കത്തുപിടിക്കും. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ നനഞ്ഞ പടക്കം വെക്കണതാണ് ഈ കുഴപ്പം പറയണത്. നിയോഗം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ അകത്ത് നനഞ്ഞ പടക്കം വെക്കരുത്, നനഞ്ഞ സാധനം വെക്കരുത്. കളഞ്ഞ് അത് പെട്ടെന്ന് കത്തുപിടിക്കണ കാര്യം. പെട്ടെന്ന് കത്തുപിടിക്കണ വെച്ചാൽ ഇത് നടന്നില്ലെങ്കിൽ നിനക്ക്
ജീവിക്കാൻ പറ്റത്തില്ല. ഇത് നടക്കാതെ ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതിന് നടത്തിയെടുക്കാൻ എനിക്ക് കഴിവുമില്ല. എൻ്റെ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാധനം എന്ന് വെച്ച് നോക്കിക്കേ, ടക്ക് ടക്കാന്ന് കത്തിപ്പോകും സാധനം. കാര്യം എന്താണ്? അത് നിയോഗത്തിൻ്റെ സത്യസന്ധതയാണ്. 6 കാര്യം എഴുതാമല്ലോ എന്ന് വിചാരിച്ച ഇന്നത്തെ മനുഷ്യന് 6 കൂടുതൽ കാര്യങ്ങളുണ്ടെന്ന് എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും പിന്നെ ഉടമ്പടിയിൽ 6 ഒരു പ്രധാനപ്പെട്ട നമ്പരായത് കൊണ്ടുമാണ് ഈ 6 വെച്ചിരിക്കണത്. പക്ഷെ 6 കാര്യം ഇല്ലെങ്കിൽ എഴുതേണ്ട മോനെ. 6 കാര്യം ഇല്ലെങ്കിൽ 2 ഉള്ളെങ്കിൽ ഏറ്റവും ടോപ്പായ 2 കാര്യം എഴുതിയാൽ മതി. ബാക്കിയെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ എഴുതണം. ബാക്കിയെല്ലാം 2 കാര്യങ്ങൾ എഴുതിയപ്പോൾ നീ ഓക്കെ ആണെങ്കിൽ 4 കാര്യങ്ങൾ കോളം ഉണ്ടെങ്കിൽ തേക്കാൻ വേണ്ടി ഓരോ കാര്യം എഴുതരുത്. മറിച്ച് അതിനെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ എഴുതണം. ദൈവാത്മാവിൽ നിറയാൻ എഴുതണം. സഭ വളരാൻ എഴുതണം. സഭയിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ട് ദൈവം മഹത്വപ്പെടാൻ എഴുതണം. ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും സാക്ഷികളാകാൻ എഴുതണം. അങ്ങനെ ദൈവത്തിന് മഹത്വവും സ്നേഹവും ഉണ്ടാകാനുള്ള കാര്യങ്ങൾ അതിന് നിറക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ ജെനുവിനാണെന്ന് മനസ്സിലാകും. ജെനുവിനാണെന്ന്, സത്യസന്ധയായിട്ടുള്ള ആളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. ദൈവം നിന്നെ ഓൺ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ 6 കാര്യം സാധിച്ചിട്ട് നിങ്ങളെ ക്യാൻസൽ ചെയ്യും. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം 3-ാമത്തെ ഉടമ്പടിയിലും 6 കാര്യം സാധിച്ച് സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. 3-ാമത്തെ ഉടമ്പടി എടുത്ത് അപ്പോഴും 6 കാര്യം സാധിച്ചവർ സാക്ഷ്യം 3-ാമത്തെ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ ആളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടമ്പടി ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയേണ്ടിയില്ലാഞ്ഞെന്ന് തോന്നും. എന്താ കാര്യം? അവിടെ വയറ്റിപ്പഴപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതൊക്കെ ദൈവം ചെയ്തു കൊടുത്ത് അവർ പോവുകയും സാക്ഷ്യം പറഞ്ഞ്. ദൈവം അതല്ല ഉദ്ദേശിക്കണത്.